നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തുറന്നു പറയാനുള്ള അവസരം നൽകി തിരുത്തലിന് തയ്യാറാകാനാണ് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടത്. ഇപ്പോഴിതാ CPMൽ നേതൃത്വം നേരിടുന്നത് സമാനതകളില്ലാത്ത കടുത്ത വിചാരണ. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ജില്ലാതല വിലയിരുത്തലുകൾ പൂർത്തിയായി. ഇനി ഏരിയ തലം തൊട്ട് താഴേക്കുള്ള കമ്മിറ്റികൾ പിണറായി വിജയനെയും ഗോവിന്ദനെയും എടുത്തൊടുക്കും. ഏതെങ്കിലും വിധേന അത് ഒഴിവാക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറയുന്നതെല്ലാം കേട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക മാത്രമാണ് നടന്നത്. ന്യായീകരണമോ മറുപടിയോ ഒരിടത്തുമില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിണറായി വിജയനും കടുത്ത വിമർശനങ്ങൾക്കിരയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണമെന്ന് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊഴിയണം. നേതൃമാറ്റം വേണമെന്ന ശക്തമായ വികാരമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നിന്ന് കേട്ടത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന് മിക്ക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അഭിപ്രായമുയർന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാതിരുന്നത് അണികളെ കൂടുതൽ ദുർബലമാക്കി. എല്ലാ ജില്ലകളിലും നമ്മൾ കേട്ടത് കടുത്ത വിമർശനങ്ങൾ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനെ അംഗങ്ങൾ രൂക്ഷമായി വിമർശിച്ചു. ഇപ്പോഴിതാ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളെക്കുറിച്ച് കടുത്ത അതൃപ്തിയിലാണ് പാർട്ടി നേതൃത്വം. പിണറായി വിരുദ്ധതയ്ക്കും പിണറായിക്കെതിരായ വിമർശനങ്ങൾക്കും പിന്നിൽ ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായി എന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിന് എതിരെയാണ് മിക്ക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും കടുത്ത വിമർശനങ്ങൾ ഉയർന്നത്. പല സ്ഥലങ്ങളിലും അമർഷം അതിശക്തമായി പ്രകടിപ്പിച്ചു നേതാക്കൾ. ഇതിനിടയിലാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വോട്ടിനിട്ടാണ് പിണറായി വിജയന്റെ സ്ഥാനം നിശ്ചയിച്ചതെന്ന വാർത്തകളും പുറത്തുവന്നു. ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കടുത്ത വിമർശനങ്ങളിലേക്ക് കടന്നു. പരാജയമുണ്ടായപ്പോൾ നേതൃത്വത്തിലെ 1-2 പേരിലേക്ക് കുറ്റം ചാർത്തുന്ന കമ്മിറ്റി അംഗങ്ങൾ ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് CPM നേതൃത്വം ഇപ്പോൾ പാർട്ടി അണികൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുഴുനീളം പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വിമർശനങ്ങളും ഇവർ ക്രോഡീകരിക്കും. ഏരിയ കമ്മിറ്റി യോഗത്തിൽ അവരവരുടെ ജില്ലകളിൽ നിന്ന് മാറിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് ചുമതല നൽകിയിട്ടുള്ളത്. ബ്രാഞ്ച് തല യോഗങ്ങൾക്ക് ശേഷം അനുഭാവി യോഗങ്ങളും ചേരും. ജൂൺ 6-7 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നു. ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ വയ്ക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം സംബന്ധിച്ച പാർട്ടിയുടെ പരിശോധന റിപ്പോർട്ട് CPM അംഗീകരിക്കുക. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉയർന്ന മുഖ്യ വിമർശനം ഇങ്ങനെ: സർക്കാരിനെയും പാർട്ടിയെയും നിയന്ത്രണത്തിലാക്കി പിണറായി വിജയൻ പ്രവർത്തിച്ചു. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചെടുക്കാനുള്ള തത്രപ്പാടിലേക്ക് MV ഗോവിന്ദൻ മാറി. പാർട്ടി ദുർബലമാകുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിന്. സാധാരണക്കാരുമായി പാർട്ടിക്ക് ഒരുവിധ ബന്ധവുമില്ല. പാർട്ടിയിൽ നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളും സംഘടനയേറെ ദുർബലമാക്കി. MV ഗോവിന്ദന്റെ പത്രസമ്മേളനങ്ങൾ അറുപരാജയം. പിണറായി വിജയന്റെ പദപ്രയോഗങ്ങൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്നകറ്റി. ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. മുഷിഞ്ഞ് വസ്ത്രമിട്ട് വരുന്നവരെ പിണറായി വിജയൻ ആട്ടിയോടിച്ചു. വരേണ്യ വർഗത്തിനും ഉയർന്ന ബിസിനസ്സുകാർക്കും മാത്രമായിരുന്നു മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും ഒക്കെ കാണാൻ കഴിഞ്ഞത്. പിണറായി വിജയന്റെ ധാർഷ്ട്യവും ശരീരഭാഷയും സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കോട്ടിട്ട സമ്പന്നരെയും വ്യവസായികളെയും സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു പിണറായി വിജയൻ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നടപടികളെ രൂക്ഷമായി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും പിണറായി വിജയനെതിരെയും ഗോവിന്ദനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തും ഇരുവരും തുടരുന്ന വിചിത്ര കാഴ്ച. പ്രായപരിധിയിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇളവ് നൽകി എന്ന ചോദ്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്തിന് പിണറായി വിജയന് നൽകി എന്ന് പാർട്ടി സെക്രട്ടേറിയറ്റുകൾ ഒറ്റ സ്വരത്തിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി പോലും പറയാൻ MV ഗോവിന്ദന് കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ പറയുന്നു, പിണറായി വിജയന്റെ പ്രതിപക്ഷ സ്ഥാനം സംബന്ധിച്ച തർക്കങ്ങൾ ഇനി പാർട്ടിയിൽ വേണ്ട. പിണറായി വിജയൻ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയില്ല എന്ന് MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സംബന്ധിച്ച് പിണറായി വിജയൻ ആ സ്ഥാനമൊഴിഞ്ഞാൽ തൻ്റെ കസേര കൂടി തെറിക്കും എന്ന് ഗോവിന്ദൻ അറിയാം. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഇനി പുനഃപരിശോധനകളില്ല.
PBയുടെ അംഗീകാരം ഇക്കാര്യത്തിൽ വാങ്ങിയിട്ടുണ്ട് എന്നാണ് MP ഗോവിന്ദൻ വിശദീകരിച്ചത്. അതുകൊണ്ട് ഇനി പുനഃപരിശോധനയില്ല. സംസ്ഥാന കമ്മിറ്റിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും ഏകകണ്ഠമായ തീരുമാനമാണ് ഇതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. 3 ദിവസ യോഗത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയമാണ് മുഖ്യ ചർച്ചാ വിഷയം. വിശദമായ വിലയിരുത്തൽ നടത്താനുള്ള നിർദ്ദേശം നേരത്തെ PB സംസ്ഥാന ഘടകത്തിന് നൽകിയിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ തുറന്ന വിമർശനത്തിന് വേദിയായത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിക്കാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോളിറ്റ് ബ്യൂറോ ഓൺലൈനായി ചേർന്ന അവൈലബിൾ PB യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. അതും വോട്ടിനിട്ട്. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു മുതിർന്ന അംഗം പരസ്യമായി തുറന്നടിച്ചു. അപ്പോഴതാ MP ഗോവിന്ദന്റെ ചോദ്യം, അപ്പോൾ പിന്നെ വേറെ ആരെയാക്കും? മന്ത്രിമാരായിരുന്ന MP രാജേഷും വീണ ജോർജും പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. വട്ടിയൂർക്കാവിൽ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രി അനുവദിച്ചില്ല. അതിന്റെ ദുരന്തമാണ് തന്റെ തോൽവി എന്ന് VK പ്രശാന്ത് തുറന്നടിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് ശേഷം ഇപ്പോൾ മണ്ഡല കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നു. എന്നാൽ കൊട്ടാരക്കരയിൽ ചില വിചിത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന നേതൃത്വത്തെയും വിമർശിക്കുന്നതിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ലോക്കൽ സെക്രട്ടറി മണ്ഡല കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൊട്ടാരക്കര CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന മണ്ഡല കമ്മിറ്റി യോഗത്തിലാണ് കരീപ്ര തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കരീപ്ര അജയകുമാർ പ്രതിഷേധിച്ചിറങ്ങിപ്പോയത്. ഇങ്ങനെ പോയാൽ ഈ പാർട്ടി ഒരു കാലത്തും രക്ഷപ്പെടില്ല. ബംഗാളിന് സമാനമായ അവസ്ഥ കേരളത്തിലുമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പിന്നീട് 2 അംഗങ്ങൾ അജയ്കുമാറിന്റെ നിലപാടിനെ അനുകൂലിച്ചിറങ്ങിപ്പോയി. കൊട്ടാരക്കര നെടുവത്തൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഉൾപ്പെട്ടതായിരുന്നു യോഗം. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം S രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു എന്നിവരുടെ സാന്നിധ്യത്തിൽ നെടുവത്തൂർ ഏരിയ സെക്രട്ടറി J രാമാനുജന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംസ്ഥാന നേതൃത്വത്തിനും പിണറായി വിജയനുമെതിരെ വിമർശനങ്ങൾ ആരംഭിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല, ഏരിയ കമ്മിറ്റികൾ ചർച്ച ചെയ്താൽ മതി എന്ന വാദവുമായി ജോർജ് മാത്യു എഴുന്നേറ്റു. സംസ്ഥാനത്ത് മുഴുവൻ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണെന്നും താഴെത്തട്ടിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ CPM സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരമുണ്ടെന്നും ഇതിനിടയിൽ അജയ്കുമാർ വാദിച്ചു. പറ്റില്ല എന്ന നിലപാടിൽ ജോർജ് മാത്യു. ഏരിയ കമ്മിറ്റി അംഗമല്ലാത്ത താൻ എവിടെ കാര്യങ്ങൾ പറയുമെന്ന് ചോദിച്ചായിരുന്നു അജയ്കുമാറിന്റെ രൂക്ഷ വിമർശനം. ജില്ലാ കമ്മിറ്റികൾ നടത്തിയ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ അണികൾക്ക് ആവേശമാകുന്നത്. തോൽവിയിൽ കീഴ്ഘടകങ്ങളെ സംശയിച്ച് 34 ചോദ്യങ്ങളുമായി CPM സംസ്ഥാന നേതൃത്വം ഇതിനിടയിൽ രംഗപ്രവേശം ചെയ്തു. മണ്ഡലം കമ്മിറ്റികൾ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും എടുത്തിട്ടൊടുക്കാതിരിക്കാനാണ് ഇത്തരം ചില നീക്കങ്ങൾ. തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ കീഴ്ഘടകങ്ങളുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നടത്തുന്നത്. ഏരിയ കമ്മിറ്റി യോഗങ്ങൾക്ക് മുന്നോടിയായി 34 ചോദ്യങ്ങൾ കീഴ്ഘടകങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ CPM നേതൃത്വം വച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗമില്ല. നടന്നത് പിണറായി വിരുദ്ധ തരംഗവും MP ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചതും. ഇതാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഭൂരിപക്ഷവും വിലയിരുത്തിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം. എന്നാൽ പാർട്ടി നേതൃത്വം ഇത് അംഗീകരിക്കുന്നില്ല. അതിന് പകരമായി കീഴ്ഘടകങ്ങൾക്ക് മുന്നിൽ 34 ചോദ്യങ്ങൾ അവർ നിരത്തുന്നു. താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വേണ്ട വിധത്തിൽ നടന്നില്ല എന്നതാണ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ മുഖ്യ ആക്ഷേപം. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവർ വീടുകളിൽ എത്തിച്ചില്ല. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചടി നേരിട്ടത് കീഴ്ഘടകങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടില്ല. ലൈഫ് മിഷൻ വീടുകളും ക്ഷേമ പെൻഷനുകളും സ്ത്രീ സംരക്ഷണ പദ്ധതികളും ഉൾപ്പെടെ വിവിധ സർക്കാർ പദ്ധതികൾ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു? തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ പാർട്ടിക്കൊപ്പം എന്തുകൊണ്ട് നിലകൊണ്ടില്ല? കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് പാചക തൊഴിലാളികൾ, അങ്കണവാടി, ഹരിത കർമ്മസേന പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനം എങ്ങനെ? പാർട്ടി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാനുള്ള എന്ത് പ്രവർത്തനങ്ങൾ കീഴ്ഘടകങ്ങൾ നടത്തി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കീഴ്ഘടകങ്ങൾക്ക് മുൻപാകെ പാർട്ടി നേതൃത്വം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റിയിൽ പരസ്യമായി പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. നേതൃത്വം ശൈലി മാറ്റണമെന്നും തിരുത്തിയില്ലെങ്കിൽ ഈ പാർട്ടി നിലനിൽക്കില്ല എന്നും നേതാക്കൾ തുറന്നടിച്ചു.
പിണറായി വിജയനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനവികാരം അതിശക്തമായിരുന്നു. ഇത് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പിണറായി പ്രതിരോധിച്ചതിനിടയിൽ ഒരു വിഭാഗം രംഗത്തെത്തി. എല്ലാ കുറ്റവും പിണറായിക്ക് മേൽ മാത്രം ചുമത്തേണ്ട. ക്രിക്കറ്റ് കളിയിൽ തോറ്റാൽ ക്യാപ്റ്റന് മാത്രമല്ലല്ലോ കുറ്റം, പാർട്ടിയും മുന്നണിയുമല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പിണറായി പക്ഷം കളത്തിലിറങ്ങിയത്. ജി സുധാകരൻ കുട്ടിച്ചാത്തനാണോ എന്ന് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഭ ചോദിച്ചു. അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ജയിക്കാൻ സുധാകരൻ എന്താ കുട്ടിച്ചാത്തനോ? ഞങ്ങളെക്കൊണ്ട് സുധാകരൻ കൂടുതൽ പറയിപ്പിക്കരുത്. എവിടെ നിന്നാലും താൻ ജയിക്കുമെന്നാണ് സുധാകരന്റെ പരാമർശം. വെള്ളാപ്പള്ളി നടേശനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പ്രതിഭ പാർട്ടിയുടെ അനുമതി തേടി. തന്റെ മകനെ പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനങ്ങൾ. AD തോമസിനെ തല്ലിയതാണ് ആലപ്പുഴയിലെ പ്രധാന പരാജയ കാരണം. സ്ത്രീകൾക്കിടയിൽ ഇത് വലിയ അനുകമ്പയുണ്ടാക്കി. തല്ലിയതിനു പിന്നാലെ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ചു. ഇതെല്ലാം ജനങ്ങൾ കണ്ടു. പിണറായിയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ വികാരം. കേരളത്തിലെ ജില്ലാ കമ്മിറ്റികൾ പിണറായി വിജയനെതിരെ ഇത്ര രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നതാണ് അതിന്റെ ഏറ്റവും വിചിത്ര വശം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായിയെ മാറ്റില്ല എന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ തുറന്നടിച്ചു പറഞ്ഞത് തോമസ് ഐസക്. ചുരുക്കത്തിൽ കേരളത്തിലെ CPM പാർട്ടിയിൽ പിണറായി വിരുദ്ധത ആളിക്കത്തുന്നു. മറുവശത്ത് MV ഗോവിന്ദനെതിരെയുള്ള വികാരവും അതിശക്തമാണ്. പാർട്ടി സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് പാർട്ടി നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്നിട്ടും പിണറായി വിജയനെ MV ഗോവിന്ദൻ താങ്ങി നിർത്തുന്നു. തിരികെ MV ഗോവിന്ദനെ പിണറായി വിജയനും. മറുവശത്തൊരു ജനകീയ മുഖ്യമന്ത്രിയുടെ ശൈലിയും ഭാവവുമാണ് സതീശന്. ഇത് CPM അണികളെ മാത്രമല്ല നേതാക്കളെ പോലും വിരളി പിടിപ്പിക്കുന്നു. കേരളത്തിലെ CPM കടലിൽ ഒഴുകിപ്പോകുമോ എന്ന നിലയിലാണിപ്പോൾ. ആകെക്കൂടി വെപ്രാളവും വിരളിയും. എന്തു ചെയ്യാം? പിണറായി വിജയൻ ഈ സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ പാർട്ടി അണികൾ എന്തു ചെയ്യും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.